I don't blame you for whatever situation you are in right now. അത് റിലേഷൻഷിപ്പ് ആയാലും ശരി, എഡ്യൂക്കേഷൻ ആയാലും ശരി, കരിയർ ആയാലും ശരി, ഫാമിലി ആയാലും ശരി, ഈവൻ ഫിനാൻഷ്യൽ മാറ്റേഴ്സ്, ഈവൻ യുവർ ഹെൽത്ത് കണ്ടീഷൻ. നമ്മളൊരു സിറ്റുവേഷനിൽ വന്ന് പെടുന്നത് നമ്മുടെ തെറ്റുകൊണ്ടല്ല. ബട്ട് ദ പോയിന്റ് ഈസ്, നമ്മൾ അതേ സിറ്റുവേഷനിൽ തന്നെ ഇരുന്ന് ആ സിറ്റുവേഷനെ പഴി പറഞ്ഞ് വി ആർ നോട്ട് ഡൂയിങ് എനിത്തിങ് ടു മേക്ക് അവർ സെൽഫ് അറ്റ് പീസ്. ദാറ്റ് ഈസ് ഇൻ ആർ. എങ്ങനെ ആ പീസ് അറ്റൈൻ ചെയ്യാം എന്നതിനെ പറ്റിയാണ് ഇന്ന് ഞാൻ പറയാമെന്ന് വിചാരിച്ചത്. Welcome back to my YouTube channel, Amrita Atish. How to attain peace when we are in the most chaotic situation? Because peace of mind is the only thing which will give you right way of decision making. Decision making correct ആയി കഴിഞ്ഞാൽ ലൈഫും കറക്റ്റ് ആകും. യൂഷ്വലി ഞാൻ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയല്ല, എന്നാൽ എപ്പോഴും സാഡ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയല്ല. ഇതിങ്ങനെ ഒരു ഗ്രാഫ് പോലാണ്. ഭയങ്കര ഹാപ്പി ആകും, സാഡ് ആകും, എഗെയിൻ ഹാപ്പി, എഗെയിൻ സാഡ്. ബട്ട് റീസെൻ്റ്ലി ആണ് ഞാൻ പഠിച്ചത് ദാറ്റ് ഒരു ന്യൂട്രൽ എന്ന് പറഞ്ഞൊരു ഫേസ് ഉണ്ട്, വെർ യു ആർ നോട്ട് വെരി ഹാപ്പി ആൻഡ് യു ആർ നോട്ട് വെരി സാഡ് ആസ് വെൽ. ആദ്യം ഞാൻ ഇതിൻ്റെ ഒരു തിയറി പാർട്ട് പഠിപ്പിക്കാം, ലൈക്ക് ഹൗ ഡസ് ഇറ്റ് വർക്ക്. എല്ലാ മനുഷ്യരായിട്ട് ജനിച്ചിട്ടുള്ള ഈവൻ മൃഗങ്ങൾ, വാട്ട് എവർ ലിവിങ് ബീങ്സ്, ദേ ഹാവ് ദിസ് ഇമോഷണൽ തിങ്. അതിൽ ഹ്യൂമൻ ബീങ്സിനാണ് ഇമോഷൻസിനെ കൂടുതൽ ഐഡൻറ്റിഫൈ ചെയ്ത് അതിന് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ബ്രെയിൻ കപ്പാസിറ്റി ഉള്ളത്. ഇപ്പോൾ അനിമൽസിനെ സംബന്ധിച്ചോളം അനിമൽസിനും എല്ലാ തരത്തിലും ഇമോഷൻസ് ഉണ്ട്, ബട്ട് അനിമൽ ബ്രെയിനിൽ അത് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള പാർട്ട് കോർട്ടെക്സ് കുറവാണ്. ബട്ട് ഹ്യൂമൻ ബ്രെയിൻ ഇത്രയും നാൾ ഇവോൾവ് ചെയ്ത് വന്നതുകൊണ്ട് നമ്മുടെ അനിമൽ ബ്രെയിനിനേക്കാളും ലോജിക്കൽ ബ്രെയിൻ കുറച്ചും കൂടി വികസിച്ചിരിക്കുന്നതുകൊണ്ട് വി ക്യാൻ കൺട്രോൾ അവർ ഇമോഷൻ. ആൻഡ് ദ മൊമെൻറ്റ് വി ആർ ഏബിൾ ടു കൺട്രോൾ ദി ഇമോഷൻ, ദാറ്റ് ഈസ് എ ട്രിക്ക്. അവിടെ നമ്മൾ ജയിച്ചു. ആൻഡ് സോറി, കൺട്രോൾ എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്തത്. ആക്ച്വലി ഇറ്റ്സ് നോട്ട് കൺട്രോൾ, ഇറ്റ്സ് ജസ്റ്റ് മാനേജിങ്. എത്ര ബ്യൂട്ടിഫുള്ളി, എത്ര ബെറ്റർ ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുമോ അത്ര ഈസി ആയിരിക്കും നമ്മുടെ ലൈഫിൽ നിന്നുള്ള സിറ്റുവേഷൻ എത്തണമെങ്കിൽ ഫസ്റ്റ് വി ഹാവ് ടു ലേൺ മോർ അബൌട്ട് ഹ്യൂമൻ ഇമോഷൻ. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, നമുക്ക് ഹാപ്പിനെസ് ഉണ്ട്, സാഡ്നെസ് ഉണ്ട്, ആങ്കർ ഉണ്ട്, ഫിയർ ഉണ്ട്, നാണക്കേട്, ഡിസ്ഗസ്റ്റ് ഓർ ഗിൽറ്റ്, ഷെയിം, റിഗ്രറ്റ്, അങ്ങനെ പലതരത്തിൽ ഇമോഷൻസ് ഉണ്ട്. ഈ ഓരോ ഇമോഷനും ഈ ഗ്രാഫിൻ്റെ അപ്പിലും ഡൗണിലും ഇങ്ങനെ എക്സ്ട്രിമിറ്റീസിൽ ഇങ്ങനെ പോകുന്ന ഒരു ഗ്രാഫായിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ബേസിക്കലി. വെൻ വി ആർ ഏബിൾ ടു കം ടു ദറ്റ് ന്യൂട്രൽ പോയിന്റ്, അതായത് അറ്റ് പീസ് എന്ന് പറയുന്നത് ന്യൂട്രൽ. ഹൈ ലെവൽ ഓഫ് ഇമോഷൻ, ലോ ലെവൽ ഓഫ് ഇമോഷനിൽ നമ്മൾ പോവാതിരിക്കാൻ പറ്റില്ല. ബേസിക്കലി ആസ് എ ഹ്യൂമൻ വെൻ യു ആർ ലിവിങ് ഓൺ പ്ലാനറ്റ് എർത്ത്, ഈ ഇമോഷനിൽ കൂടെ ഒക്കെ പോയേ പറ്റുള്ളൂ. ബട്ട് ദ ട്രിക്ക് ഈസ്, എത്ര നേരം നമ്മൾ ആ ഹൈയും ലോയിലും ഇരിക്കുന്നു എന്നുള്ളതാണ്. എത്ര വേഗം നമുക്ക് ആ ന്യൂട്രൽ ഫേസിലേക്ക് തിരിച്ചെത്താൻ പറ്റും എന്നുള്ളതാണ് ദ ട്രിക്ക്. ബിക്കോസ് ദ മൊമെൻറ്റ് വി ആർ ഏബിൾ ടു മാനേജ് അവർ ഇമോഷൻസ്, നമുക്ക് പ്രോപ്പർ ഡിസിഷൻ മേക്കിംഗ് പറ്റും. ദാറ്റ് ഈസ് ഓൺലി കീ പോയിന്റ്. വെൻ യു ആർ അറ്റ് പീസ് ഓർ വെൻ യു ആർ ഏബിൾ ടു ബ്രിങ് ദാറ്റ് ദോസ് എക്സ്ട്രീമിറ്റീസ്, ഹൈയും ലോയും എത്രയും പെട്ടെന്ന് തിരിച്ച് ആ നോർമൽസിൽ എത്താൻ പറ്റുന്നോ, ദാറ്റ് മൊമെൻറ്റ് ഈസ് സംതിങ് ബിഗ്. ലൈക്ക് അതായിരിക്കും ദ മൈൽ സ്റ്റോൺ. ദെൻ യു വിൽ ബി ഏബിൾ ടു മേക്ക് ദ റൈറ്റ് ഡിസിഷൻ. റൈറ്റ് ഡിസിഷൻസ് എടുക്കുമ്പോഴത്തേക്കിനും ഒബ്വിയസ്ലി നമുക്ക് ഏതാണോ ഏറ്റവും മികച്ചതെന്ന്, ഏറ്റവും ബെറ്റർ എന്ന് തോന്നുക, അങ്ങനത്തെ ഡിസിഷൻസ് നമ്മൾ എടുക്കുമല്ലോ. ആൻഡ് വി വിൽ മേക്ക് എ ബെറ്റർ ലൈഫ് ഔട്ട് ഓഫ് ഇറ്റ്. ആൻഡ് നൗ ദ മെയിൻ പാർട്ട് ഈസ് ഹൗ ടു മാനേജ് ദോസ് ഹൈസ് ആൻഡ് ലോസ്. എങ്ങനെയാണ് അത്ര ഹൈ ആൻഡ് ലോയിൽ പോയിട്ട് ന്യൂട്രലിൽ എത്തുക. ഹൈയിലും ലോയിലും പോകുമ്പോൾ എനർജി എക്സ്പെൻഡിച്ചറാണ് നടക്കുന്നത്. വിൽ ബി giving out a lot of energy, right? Physical energy, emotional energy drain out ആവാറുണ്ട്. Basically we have to fill ourselves with right kind of energy. And energy കിട്ടുന്ന മെയിൻ ഏരിയാസ് ആണ് proper sleep, good food, and then good way of seeing things, അല്ലെങ്കിൽ reading, writing, listening. Whatever you listen, whatever you see, you are feeding your mind. And whatever you eat, you are feeding your body. And how you sleep, that is when your body is able to completely regenerate. അപ്പോൾ ഒരു പ്രോപ്പർ സ്ലീപ്പ്, എത്ര മണിക്കൂർ എന്ന് പറയാനായിട്ട് ഞാൻ ആളല്ല, ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ വർക്ക് കണ്ടീഷൻ, നിങ്ങൾക്ക് എത്ര സാധിക്കും. ബട്ട് എത്ര മണിക്കൂർ ഉറങ്ങിയാലും ഹാവ് എ ക്വാളിറ്റി സ്ലീപ്പ്. നിങ്ങൾ എണീക്കുമ്പോഴത്തേക്കിനും യു ഷുഡ് ബി എനർജറ്റിക്. ഇഫ് യു ആർ അഗെയിൻ ഫീലിംഗ് ലൈക്ക് ടയേർഡായിട്ട്, ഹെഡ് ഏക്ക് ആയിട്ടൊക്കെ ഫീൽ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് സ്ലീപ്പ് വാസ് നോട്ട് റൈറ്റ്. പിന്നെ നല്ല ഇമോഷൻസ് ആയിട്ടുള്ള high level of happiness ഇരിക്കുമ്പോൾ യു മേ ആസ്ക് മീ വൈ വി ഹാവ് ടു കം ടു ദ നോർമൽ സ്റ്റേറ്റ്. ദ പോയിന്റ് ഈസ്, ഇഫ് യു
അറ്റെയിൻ ഇൻ ദാറ്റ് സ്റ്റേറ്റ്. ഈ ഹാപ്പിനെസ്സിൽ ഹൈ എനർജിയിൽ തന്നെ ഇരിക്കുമ്പോഴത്തേക്കിനും ഒരു ലെവൽ കഴിയുമ്പോൾ യു വിൽ ലൂസ് യുവർ എനർജി. ബിക്കോസ് നമ്മൾ ഡെയിലി റിപ്ലനിഷിങ് ആണ്. നമ്മുടെ എനർജി കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല. നമ്മൾ ഡെയിലി സോ നമുക്ക് ആ എനർജി കൗണ്ട് കുറയും. സോ ഹാപ്പിനെസ് ഹൈ എക്സ്ട്രീമിറ്റിയിൽ ഇരുന്ന് എനർജി കുറയുമ്പം അഗെയിൻ വാട്ട് വിൽ ഹാപ്പൻ, ഗ്രാഫ് വിൽ ഗോ ഡൗൺ, യു വിൽ അഗെയിൻ ഡിപ്പ് ഇൻ ടു ദ സാഡ്നെസ്. ആൻഡ് ഈ സാഡ്നെസ്സിൽ ഇരിക്കുമ്പോഴത്തേക്കിനും പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി എനർജി ഇല്ലാത്തതിൻ്റെ കാര്യം മാത്രമേ ഉണ്ടാവത്തുള്ളൂ. യു വിൽ ബി ഹംഗ്രി ഓർ യു വിൽ ബി ഡിപ്രൈവ്ഡ് ഓഫ് സ്ലീപ്പ്. വെൻ യു ആർ സോ സാഡ് എല്ലാ വിഷമങ്ങളും വരും. നമ്മുടെ കുഞ്ഞിലെ തൊട്ടുണ്ടായിരുന്ന ഓരോ കാര്യങ്ങളും ആലോചിച്ച് ചിന്തിച്ച് ഈ സാഡ്നെസ് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കാം. ആൻഡ് എനർജി അഗെയിൻ ലൂസ് ആയിക്കൊണ്ടിരിക്കും. സോ വാട്ട് വി ഹാവ് ടു ഡു ഇസ് ദാറ്റ് വെൻ എവർ യു ഫീൽ സാഡ്, ഹാപ്പി or any kind of such emotion, just close your eyes and think about, let me just go to at peace എന്ന് മാത്രം ചിന്തിക്കാം. മെയിനായിട്ടും സോൾ ഫുഡ് എന്ന് വരുമ്പോഴത്തേക്കിനും വാട്ട് എവർ വി ലിസൺ, വാട്ട് എവർ വി സീ എന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിൽ ഇന്നത്തെ കാലത്ത് വെൻ ദ സോഷ്യൽ മീഡിയ ഈസ് ദിസ് ഹ്യൂജ് ആൻഡ് ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ഔട്ട് ദെയർ. ഇപ്പോൾ റീൽസിലായാലും ഷോർട്സിലായാലും ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും ദർ ആർ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ ബീങ് ഗിവിങ് ഔട്ട് ടു യു, വെരി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ. ഇപ്പം ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സ് ആയാലും ശരി, ഡിസിപ്ലിൻ ലൈഫ് ഫോളോ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. സോ നിങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ റീൽസിൽ ഇതിലൊക്കെ കാണുമ്പോഴത്തേക്കും യു മേ ബി കമ്പയറിങ് യുവർ സെൽഫ് വിത്ത് ദം. വൈ ഐ എം നോട്ട് ബീങ് ഡിസിപ്ലിൻഡ്, അവർക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്, അവർക്ക് എന്നെ പോലെ 24 hours ഉള്ളൂ, ഹൗ ദേ ആർ ഏബിൾ ടു അച്ചീവ് ഓൾ ദീസ് തിങ്സ്, വൈ ഐ എം നോട്ട് ഏബിൾ ടു ഡു ദാറ്റ് എന്നുള്ളൊരു കമ്പാരിസൺ വരും. ബട്ട് ട്രസ്റ്റ് മീ, whoever you are, wherever you are right now, that is a right place to be. ബിക്കോസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റിസോഴ്സസും നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും വെച്ചിട്ട് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നതിൻ്റെ മാക്സിമം യു ഹാവ് ഡൺ. സോ ഇത്രയും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള റീൽസ്, ഷോർട്സ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് വീഡിയോസ് ഒക്കെ കാണുമ്പം എനിക്കും അത് ചെയ്യണം, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് എന്തുകൊണ്ട് അത് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ലോട്ട് ഓഫ് തോട്ട്സ് ആണ് ഡെയിലി നമ്മുടെ തലയിലേക്ക് പോണത്. സോ യു ഹാവ് ടു തിങ്ക്, എത്ര നേരം അത് വാച്ച് ചെയ്യണം, വെദർ ഐ ഷുഡ് ബി വാച്ചിങ് ദാറ്റ് ഓർ നോട്ട്, ഇതെനിക്ക് വേണ്ടിയിട്ടുള്ളതാണോ, ഈസ് ദിസ് യൂസ്ഫുൾ ഫോർ മീ ഓർ നോട്ട്, ദെൻ ട്രൈ ടു അവോയ്ഡ് വിച്ച് ആർ നോട്ട് ഫോർ യു. അത് കണ്ട് വെറുതെ എനർജിയും ടൈമും വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ദാറ്റ്സ് ഇറ്റ്. Attaining peace and managing your emotions to attain that peace at the earliest is a trick to be in peace with life. അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണെങ്കിലും സാഡ് ആയിട്ടിരിക്കുകയാണെങ്കിലും ജസ്റ്റ് ടെൽ യുവർ മൈൻഡ് ദാറ്റ് എത്രയും വേഗം പീസിലെത്താൻ പറ്റുമോ, ദെൻ വി ആർ ഏബിൾ ടു മേക്ക് ദ റൈറ്റ് ഡിസിഷൻ, ദെൻ ദ ലൈഫ് വിൽ ബി ഓൺ ദ റൈറ്റ് ട്രാക്ക്, റൈറ്റ്? സോ ദാറ്റ് ഈസ് എ ട്രിക്ക്. പിന്നെ ഒരു കാര്യം ഇവിടെ പറഞ്ഞുതരാം. ഇപ്പം സ്കൂളിൽ പോകുന്ന കുട്ടികളായാലും ശരി, ജോലിക്ക് പോകുന്നവരായാലും ശരി, ഈവൻ ജോലിക്ക് ഓഫീസിൽ പോകുന്നവരായാലും, ദ ഹൈ പീക്ക് ഓഫ് സാഡ്നെസ് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു എനർജി ഡിപ്പാവുന്ന ഒരു ടൈമാണ് ഈവനിങ് ടൈം, വെൻ യു ആർ ബാക്ക് ഫ്രം വർക്ക്. സോ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പം അല്ല ഓഫീസ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിനും യു വിൽ ബി ഫീലിംഗ് വെരി ലെത്താർജിക്. അപ്പോൾ എല്ലാ വിഷമങ്ങളും കൂടെ വരും. ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എപ്പോൾ ശരിയാകും, അല്ലെ ഈ ജോലിയിൽ നിന്ന് ഞാൻ എത്ര നാൾ കൊണ്ട് എൻ്റെ ഡ്രീംസ് അച്ചീവ് ചെയ്യും, ലോട്ട് ഓഫ് തോട്ട്സ്. Just give it a moment and go and have some water. കുറച്ച് വെള്ളം കുടിക്കുക, ഒന്ന് നടക്കുക. ആ ഇരിക്കുന്ന ചെയറിന്ന് നമ്മുടെ കിച്ചൺ വരെ നടന്നാൽ മതി. ജസ്റ്റ് ഒന്ന് നടക്കുക, ഹാവ് സം ഫുഡ്, ആൻഡ് ട്രസ്റ്റ് മീ, യു വിൽ ബി ബാക്ക് അറ്റ് പീസ്. സോ ഇൻ കൺക്ലൂഷൻ, being at peace will give you the right headspace to make the right decision, because your life is the overall total of whatever decisions you make. And how we can come to peace, just tell yourself that let us go back to peace. അതിപ്പോൾ ഹാപ്പി ആയാലും സാഡ് ആയാലും ആങ്കർ ആയാലും ഡിസ്കസ്ഡ് ആയാലും ഗിൽറ്റ് ആയാലും ഷെയിം ആയാലും, just tell yourself, let's go back to peace. At peace is the right state of mind to make the right decisions, and right decisions will give you your dream life. And I am actually in a journey of learning more about human emotions and how to control our emotions. Not control is a very wrong word, because ഇത്രയും നാൾ ഞാൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ ഈ control എന്ന് പറയുന്നത്. But control is not the right word actually. Managing your emotion is the right word, because we can't control anything. We can't control our emotion. It just comes. It's very involuntary. The only thing we can do is to manage our emotions. So I'm in research, in a journey to learn more about human emotions, how to manage it in a very best way possible, and being at peace. So peace out to all.
താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു മീ. ഹോപ്പ് ദിസ് വിൽ ഹെൽപ്പ് യു ഇൻ സം ഓർ ദി അതർ വേ. ആൻഡ് ഇനിയും ഫ്യൂച്ചറിൽ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഡു സബ്സ്ക്രൈബ്. പിന്നെന്താണ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വിത്ത് ലവ്, അമൃത.